സിബി മലയൻ സാർ പറഞ്ഞ പോലെ ഈ പടത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഇതാണ്. മ്യൂസിക് കൊണ്ടൊക്കെ ഗൂസ്ബംപ് ഉണ്ടാകാന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. അത് പക്കായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ടോപ്പ് നോച്ച് സൗണ്ട് ക്ലാരിറ്റിയും വിഷ്വൽ ക്ലാരിറ്റിയാണ്. ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മസ്റ്റ് ആയിട്ട് എല്ലാവരും വന്ന് കാണണം. അടിപൊളിയാണ്, സൂപ്പർ. നേരത്തെ കണ്ടിട്ടുണ്ടോ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഹലോ കൊള്ളാം. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയാണല്ലോ? പടം നമ്മൾ കണ്ട പടമാണല്ലോ. അത് ഇപ്പം കുറച്ച് ആവശ്യമില്ലാത്ത ഷോട്ട്സൊക്കെ ട്രിം ചെയ്തിട്ട് ഒന്നുകൂടെ ട്രിമ്മായിട്ട് ഒരു ഡ്യൂറേഷനൊക്കെ കുറച്ചിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ഒരു പിക്ചറും കാര്യങ്ങളും പിന്നെ അതിൻ്റെ സൗണ്ട് സ്കേപ്പൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്ററായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ടൊക്കെ എങ്ങനെയുണ്ട്? ബെറ്റർ ആയിട്ടുണ്ട്. മൊത്തം അറ്റ്മോസും 4Kയും കൂടെ ആഡ് ചെയ്ത് വന്നപ്പോൾ മുമ്പ് കുറേ പ്രാവശ്യം കണ്ടിട്ട് പിന്നെ അതൊന്നുകൂടെ ട്രിം ചെയ്ത് വന്നപ്പോൾ മൊത്തം ഫുൾ മ്യൂസിക്കലായിട്ടുള്ള മീൻസ് ആദ്യത്തെ ഇനീഷ്യൽ ഫൈറ്റ് സീക്വൻസ് അതൊക്കെ ട്രിം ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തത്. നല്ലൊരു ഫീൽ കിട്ടും. മ്യൂസിക്കൊക്കെ ഒരുപാട് ടച്ചാവും. സൂപ്പറായിട്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട്? പടത്തിൻ്റെ പുതിയ സൗണ്ട് എഫക്റ്റ് നല്ല നൈസാണ്. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു പടം? രണ്ടാമതാണ് സൗണ്ട് എഫക്ട്സും VFX ഒക്കെ 4K ആയതുകൊണ്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല. പിന്നെ ഇത്രയും നാളത്തെ ശേഷം ഇറങ്ങിയപ്പോൾ റിലീസ് ചെയ്ത് ഇറങ്ങിയപ്പോൾ എല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്തു. ഈ പടത്തിന് കുറച്ച് ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്തിട്ടൊന്ന് ഷോർട്ടാക്കിയിട്ടാണല്ലോ പടം വന്നത്. ആണ്, പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാം. ഇത്രയും നാൾക്ക് ശേഷം ഇറങ്ങണേ. താങ്ക് യു. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫീല്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 4K എക്സ്പീരിയൻസ് ഞാൻ 2 വർഷം മുമ്പ് കണ്ടാണ്. പക്ഷെ അത് അതിനേക്കാൾ നല്ലൊരു എക്സ്പീരിയൻസ്. കുറച്ചുകൂടി തിയേറ്റർ എഫക്ട്സ് നല്ലതായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എടുത്തതാണ് നല്ല രസമുണ്ട്. കണ്ടോണ്ടിക്ക് നല്ല ഫീലുണ്ട്. പണ്ടത്തേക്കാളും നല്ല ഫീലുണ്ട്. മനസ്സിലായി. പിന്നെ നമ്മൾ കുറച്ചൊരു പ്രായമായി കഴിഞ്ഞ് ആ ഒരു കുറച്ച് അതിൻ്റെ സ്റ്റിൽസൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. പണ്ടത്തെ ലാലേട്ട അഭിനയം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാണാൻ ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ വന്നു. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറച്ച് വൈകിയാണ് കയറിയത്. അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ടൊക്കെ മിസ് ചെയ്തു കുറേ. പിന്നെ എന്തായാലും ഒന്നുകൂടി കാണാൻ വരും. അപ്പോൾ ഞാൻ എന്തൊരു പാട്ടൊക്കെ മിസ്സായെന്ന് വെച്ചാൽ അവസാനം കാണിച്ച് ഒരു നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. പറയുമ്പോൾ തന്നെ രോമൊക്കെ എനിക്കൊക്കെയാണ്. ഒരു പാട്ടും അതിൽ അഭിനയവും ലാലേട്ട കണ്ണിലാറും. ഇപ്പോൾ അത് നമുക്കറിയാം. പ്രായമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എക്സ്പ്രഷൻ കാര്യങ്ങളും കുറവാണ്. അപ്പോൾ പണ്ടത്തെ എക്സ്പ്രഷൻ കാര്യങ്ങളും ഒരു വല്ലാത്തൊരു ഫീലാണ്. പഴയ സിനിമയിൽ ആരും കാണാണ്ടിരിക്കരുത്. എല്ലാവരും വന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുറേ സീസൊക്കെ ട്രിം ചെയ്താണ്. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കുള്ള സിനിമയിൽ നിന്ന് പല സീസ് ട്രിം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. ഒരു തിയേറ്ററിക്കൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ നല്ലതാണ്. പക്ഷെ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സീൻസും കാണിച്ചിട്ടുണ്ട്. ആ ഒരു പണ്ടത്തെ സിനിമയാണ്, അറിയാമല്ലോ. 4Kയിലേക്ക് വരുമ്പോൾ ആ ഒരു പാട്ട് കാര്യങ്ങൾ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ്. പഴയ സിനിമ ആരും കാണാണ്ടിരിക്കരുത്. എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ വന്നിട്ട്. പഴയ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഒന്നും മിസ്സായിട്ടില്ല. അവരെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ പക്ക പണ്ടത്തെ സ്റ്റൈല്, ഡാൻസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഞാൻ വിചാരിച്ച കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലെന്നാണ്. കാരണം പഴയ സ്റ്റൈല് ഡാൻസും അഭിനയമൊക്കെയാണ്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ്. അത് ആൾക്കാർ അഭിനയിച്ചേക്കുന്നതിൻ്റെ കഴിവും കാര്യങ്ങളാണ്. മോഹൻലാലിന് മാത്രമല്ല, അതിലുള്ള എല്ലാ ആക്ടേഴ്സും അഭിനയിച്ചേക്കുന്ന കഴിവാണ്. എടുത്ത രീതി എല്ലാം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും കാണാൻ വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കാര്യം പഴയ സിനിമയാണ്. എന്നാൽ കൂടി ആ സിനിമയുടെ ഫീലും അതിലെ മറ്റെന്തിരുവാനുള്ള പാട്ടിൻ്റെ ഫീലൊക്കെ ഡിഫറെൻ്റ് ആണ്. അഭിനയം ആയിക്കോട്ടെ, അതിൽ ലവിനെ പറ്റി പറയുന്നതായിക്കോട്ടെ, എല്ലാം ഒരു സെപ്പറേറ്റ് ഫീലാണ്. അപ്പോൾ അതെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴയ സിനിമയെന്ന് വെച്ചാൽ ആരും കാണാണ്ടിരിക്കരുത്. എല്ലാവരും വരിക, കാണുക, തിയേറ്റർ എക്സ്പീരിയൻസ് 4Kയിൽ എൻജോയ് ചെയ്യാം. പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും നല്ലൊരു അനുഭവം തോന്നി നമുക്ക്. ആ 4K ഫോർമാറ്റിൽ വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റും. കുറേ സീൻസൊക്കെ ട്രിം ചെയ്തിട്ട് കുറച്ച് ഷോർട്ട് ഒരു 40 മിനിറ്റോളം അവർ കട്ട് ചെയ്ത് മാറ്റി. എന്നാലും നമുക്ക് അത് സിനിമ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടല്ലോ. ആ കട്ട് ചെയ്തതിൽ നമുക്ക് അതിനകത്ത് ബോറടിയൊന്നും പറ്റില്ല. കുഴപ്പമില്ല.